അഡ്വക്കേറ്റ് അസ്ക, ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല. CPM എന്നൊക്കെ വിവാദത്തിൽ അകപ്പെടുമ്പോഴും നേതാക്കന്മാരുടെ സ്ഥിരം പല്ലവിയാണ് ഇത്. അതെ, ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല. ഈ പാർട്ടി ഇങ്ങനെയൊക്കെയാണ്. എന്നിരുന്നാലും കുട്ടികളോടെങ്കിലും ഒരു മിനിമം മര്യാദ കാണിക്കേണ്ടതായിരുന്നില്ലേ അഡ്വക്കേറ്റ് അസ്ക? അനന്തപേര് ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായി കാണേണ്ടത്, ഇപ്പോ ഗുരുപൂജയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഗുരുക്കന്മാരെ വന്ദിക്കുന്നതിനെ സംബന്ധിച്ചോ ആർക്കും എതിരഭിപ്രായം ഉണ്ടാവില്ല. പക്ഷെ പൊതു ഇടങ്ങളിൽ, പൊതുവിദ്യാലയങ്ങളിൽ ഇത്തരം നിർബന്ധിത പരിപാടികൾ നടത്തുന്നതിനെ, പാദപൂജ നടത്തുന്നതിനെയാണ് സർക്കാരും ഗവൺമെന്റും ഇടതുപക്ഷവും എതിർത്തത് എന്നത് തിരിച്ചറിയാൻ കഴിയാതെ വരുന്നിടത്താണ് നിങ്ങളുടെ മനോഭാവത്തിന്റെ പ്രശ്നം. അല്ല, വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെയല്ല പറഞ്ഞു കേട്ടോ. പാദപൂജ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയല്ല, അങ്ങനെയല്ല, ഞാനത് പറയാം. ഏതൊരാൾ അജ്ഞതയിൽ നിന്നൊരു മനുഷ്യനെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നു, ആ മനുഷ്യൻ ഗുരുവായി മാറുന്നു എന്നുള്ളതാണ് വസ്തുത. BJPയുടെ ജില്ലാ സെക്രട്ടറി ഏത് അജ്ഞതയിൽ നിന്ന് ആ വിദ്യാർത്ഥികളെ വെളിച്ചത്തിലേക്ക് നയിച്ചു എന്നെനിക്ക് ഒരു തരത്തിലും തിരിച്ചറിയാൻ കഴിയുന്നില്ല. BJPയുടെ ജില്ലാ സെക്രട്ടറിയുടെ കാൽ കഴുകിക്കുന്നതാണ് നിങ്ങൾ പറയുന്ന പാദപൂജ അല്ലെങ്കിൽ ഗുരുപൂജ എങ്കിൽ അതിനോട് എനിക്ക് ഒരു തരത്തിലും യോജിക്കാനാവുന്നില്ല. അവിടെയാണ് ഗുരുപൂജയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് മറന്നത്. ഡോക്ടർ നടേശൻ നേരത്തെ പറഞ്ഞു വെച്ചു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം വളരെ ഭംഗിയായി കാര്യങ്ങൾ പറയുകയും അവസാനം അദ്ദേഹം അപരമത വിദ്വേഷത്തിലേക്ക് എത്തുന്നു. കാരണം ഈ വിദ്യാനികേതന്റെ കീഴിൽ ഇത്രയധികം സ്കൂളുകൾ പ്രവർത്തിക്കുന്നു, നല്ല കാര്യം, സംശയമില്ല കാര്യം. കാരണം ഇന്ത്യയിൽ വിദ്യാഭ്യാസ വിപ്ലവത്തിന് ചൂട്ടുപിടിച്ചത് മിഷണറി പ്രവർത്തനം. മിഷണറിമാർ വന്ന് സ്കൂളുകൾ സ്ഥാപിക്കുകയും നമുക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകുകയും ലോകത്താകമാനമുള്ള കാര്യങ്ങൾ പഠിക്കാൻ കഴിയുകയും ചെയ്തതിന്റെ ഫലമാണ് ഇന്ത്യയിൽ ആകമാനം വിദ്യാഭ്യാസ വിപ്ലവം നടന്നിട്ടുള്ളത് എന്നുള്ള വസ്തുതയാണ്. ആ വസ്തുത മനസ്സിലാക്കുമ്പോൾ അന്ന് ആ വിദ്യാർത്ഥികളെ മുഴുവൻ ക്രിസ്തുമത വിശ്വാസം പഠിപ്പിച്ചിരുന്നു എങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ക്രിസ്തുമതമായിരിക്കും ഒന്നാമത്തെ മതമായി വളരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊരു ജനാധിപത്യ ബോധത്തിന്റെയും നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെയും പ്രത്യേകത കൊണ്ടാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രം കാര്യങ്ങൾ പഠിപ്പിക്കുകയും ആ മതചിട്ടകൾ ഹിന്ദുത്വ അജണ്ടയിലൂടെ ഇഞ്ചക്ട് ചെയ്യുകയും ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരം വിമർശനങ്ങൾ ഉയരുന്നത്. വിദ്യാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിപ്പോ ഭാരതീയ വിദ്യാനികേതൻ നടത്തുന്ന വിദ്യാലയമാണെങ്കിലും അതല്ല ഏതെങ്കിലും സർക്കാർ വിദ്യാലയങ്ങളോ, അതിൽ ധാരാളം മതസംഘടനകളും മറ്റ് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ സ്കൂളുകൾ നടത്തുന്നു. ആ സ്കൂളുകളിലൊക്കെ തന്നെ അവരുടെ രാഷ്ട്രീയം പറയുകയും അവരുടെ മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയോടുള്ള ഏറ്റവും കടുത്ത വിരോധവും ഉള്ളവർക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പോ ഗുരുപൂജ എന്ന പേരിൽ ഗുരുപൂർണിമ ദിനത്തിൽ BJPയുടെ ജില്ലാ സെക്രട്ടറിയുടെ കാല് കഴിയിക്കുക, നിർബന്ധിതമായി ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞ് ഡൈവേർട്ട് ചെയ്യാതെ ആ വിഷയത്തെ താങ്കൾ അങ്ങനെ കാണാതെ നിങ്ങൾ അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അല്ല, ഞങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് കാല് കഴിയിച്ചു എന്ന് ഏതെങ്കിലും വിദ്യാർത്ഥി പരാതി തന്നിട്ടുണ്ടോ? ബാലാവകാശ കമ്മീഷൻ കേസെടുക്കാനുള്ള ആധാരം എന്താണ്? എന്തിനാണ് ഒരു ബാലാവകാശം എന്ന് പറയുന്നത്? എന്താണ് ബാലാവകാശം? അല്ല, അതെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയുടെ അവകാശത്തിന് മേൽ കടന്നു കയറുമ്പോൾ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയെ നിർബന്ധിച്ച് എന്തെങ്കിലും ചെയ്യിക്കുന്നുണ്ടെങ്കിൽ, അവൻ അതിന് വശംവദനാകുന്നുണ്ടെങ്കിൽ, അവൻ്റെ രക്ഷിതാക്കൾക്ക് പരാതി ഉണ്ടെങ്കിൽ മാത്രം ബാലാവകാശ കമ്മീഷൻ ഇടപെട്ടാൽ മതിയല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ വിദ്യാലയങ്ങളിൽ നിന്ന് വന്നവരല്ലേ. ആ വിദ്യാലയങ്ങളിൽ നിന്ന് പഠിച്ചു വരുന്ന സാഹചര്യത്തിൽ നമുക്ക് പ്രൈമറി തലത്തിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും അവകാശം പറയാനുള്ള, സ്കൂളുകളിൽ പറയാനുള്ള, ശബ്ദിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടോ? ഏതെങ്കിലും സ്കൂളിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമുക്കറിയാവുന്ന കാര്യമല്ലേ. ആ കുട്ടികൾക്ക് ഏതെങ്കിലും പരിഭവമോ പരാതിയോ പറയാൻ കഴിയും. അതുകൊണ്ട് സ്വമേധയാ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. അത് ചെയ്യിക്കാതിരിക്കാനുള്ള വിവേകമല്ലേ നമ്മൾ കാണിക്കേണ്ടത്, മുതിർന്നവരെന്ന നിലയിൽ? ഞാൻ ചോദിച്ചത് ബാലാവകാശ കമ്മീഷൻ കേസെടുക്കാനുള്ള ആധാരം എന്താണെന്നാണ്. അല്ല, അതിൽ കുട്ടികളുടെ അവകാശം ലംഘിക്കപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ അഡ്വക്കേറ്റ് അസ്ക. ഇവിടെ മദ്രസകളിൽ പീഡനം നടക്കുന്നുണ്ടല്ലോ, എത്ര. ഇത് ഇന്നിപ്പോൾ ഒരു മദ്രസ അധ്യാപകനെ 84 വർഷം തടവിനാണ് ശിക്ഷിച്ചിരിക്കുന്നത് എന്ന് വെച്ച് ബാലാവകാശ കമ്മീഷൻ താങ്കൾ പറഞ്ഞ പോലെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നിഷേധിക്കുമ്പോൾ സ്വയം ഇടപെടുന്ന ബാലാവകാശ കമ്മീഷൻ ഏതെങ്കിലും ഒരു മദ്രസ
അടച്ചു പൂട്ടണം എന്ന് എവിടെയെങ്കിലും നിർദ്ദേശിച്ചിട്ടുണ്ടോ? താങ്കൾ കണ്ടിട്ടുണ്ടോ അത്? ഏതെങ്കിലും ഒരു മദ്രസാധ്യാപകൻ ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ കുറ്റകൃത്യം ചെയ്തു എങ്കിൽ അത് ആ മദ്രസ അടച്ചുപൂട്ടുന്നതിന് നിദാനമാക്കാൻ കഴിയും. ഇപ്പൊ നിങ്ങളുടെ ഈ പറയുന്ന ഭാരതീയ വിദ്യാനികേതന്റെ സ്കൂളുകൾ അടച്ചുപൂട്ടാനല്ലോ പറഞ്ഞത്, അതിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ ഞാൻ ചോദിക്കുന്നത് അതാണ്. ഇപ്പോ ബാലാവകാശ കമ്മീഷൻ താങ്കൾ പറഞ്ഞ പോലെ കാസർഗോഡേയും അതുപോലെ മാവേലിക്കരയിലെയും സ്കൂളുകളിൽ ഇതേപോലെ പാദപൂജ നടത്തി. അതുകൊണ്ട് ബാലാവകാശ കമ്മീഷൻ ഇടപെട്ടു. അപ്പം ഞാൻ പറയുന്നത് അടച്ചുപൂട്ടണ്ട, നിങ്ങൾ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ബാലാവകാശ കമ്മീഷൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു മദ്രസയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചതായി താങ്കൾക്കറിയോ? ഏതെങ്കിലും മദ്രസകൾക്കുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള വിദ്യാർത്ഥികളുടെ അവകാശത്തെ ലംഘിക്കുക, കുട്ടികളുടെ അവകാശങ്ങളെ ലംഘിക്കപ്പെട്ടാൽ പീഡനത്തിന് ഏത് പരിധിയിൽപ്പെടുത്താം? അതിന് പോലീസല്ലേ ചെയ്യേണ്ടത്? അതിന് വ്യത്യാസമുണ്ട്. പോലീസാണ് അക്കാര്യത്തിൽ ഇടപെടാനുള്ള അധികാരം. അത് ഒരു ഒഫൻസ് ആണ്, പോക്സോ നിയമപ്രകാരമുള്ള കുറ്റകൃത്യമാണ്. അതുകൊണ്ടാണ് പോലീസ് കേസെടുത്തതും ശിക്ഷിച്ചതും കാര്യങ്ങൾ അത് ഞാൻ സമ്മതിക്കുന്നു. ക്രിമിനൽ കേസ് എടുക്കട്ടെ, പോലീസാണ് അത് എടുക്കേണ്ടത്. പക്ഷെ ബാലാവകാശ കമ്മീഷൻ ഇത്തരത്തിലുള്ള പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരിശോധനയെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മദ്രസയിൽ ബാലാവകാശ കമ്മീഷൻ സന്ദർശിച്ചതായി താങ്കൾക്കറിയാമോ? അല്ല, അന്നമ്പിയാർ, ഇപ്പോൾ സ്കൂൾ അധ്യാപകര് പോക്സോ കേസിൽ പ്രതിയായ നിരവധി കേസുകൾ നമുക്കറിയാം. എന്നതുകൊണ്ട് ആ സ്കൂളുകളിലാകമാനം ബാലാവകാശ കമ്മീഷൻ പോയി കാര്യങ്ങൾ പരിശോധിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇപ്പൊ പരാതികൾ വന്നാൽ പരാതികൾ അവിടെയാണ് നിങ്ങളുടെ ഇരട്ടത്താപ്പ് വെളിവാകുന്നത്. അവിടെയാണ് നിങ്ങളുടെ ഇരട്ടത്താപ്പ് വെളിവാകുന്നത്. ഏതെങ്കിലും ഒരു എനിക്കറിയാവുന്ന സർക്കാർ സ്കൂളിൽ അധ്യാപകൻ പോക്സോ കേസിൽ പ്രതിയായ കേസുകളുണ്ട് എന്നതുകൊണ്ട് ആ സർക്കാർ സ്കൂള് ഉടൻ തന്നെ ബാലാവകാശ കമ്മീഷൻ പോയി പരിശോധിക്കണമെന്നാണോ പറയേണ്ടത്? അല്ലെങ്കിൽ റിപ്പോർട്ട് തേടണം. ഇപ്പൊ പൊതുവിദ്യാഭ്യാസ മന്ത്രി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയല്ലോ. ആ ആർജവം ഞാൻ ഈ പറഞ്ഞ വിദ്യാലയങ്ങളിൽ, മദ്രസകളിൽ ആ ഒരു ആർജവം കാണിക്കാൻ പിന്നെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ആരെങ്കിലും ചുമതലപ്പെടുത്തുവോ? മദ്രസകളും കൃത്യമായി സ്ക്രൂട്ടണിക്ക് വിധേയമാകുന്ന സ്ഥാപനങ്ങൾ തന്നെയാണ്. മദ്രസകളിൽ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കുത്തഴിഞ്ഞ് കിടക്കുന്നത്. അങ്ങീ പറഞ്ഞ 84 വർഷം ശിക്ഷിക്കപ്പെട്ട മദ്രസാധ്യാപകനെ ശിക്ഷിക്കാതിരിക്കുന്നതിന് വേണ്ടി സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമായിരുന്നല്ലോ. അങ്ങനെ ചെയ്തോ? ആ അധ്യാപകനെ പൊതുമധ്യത്തിൽ നിർത്തി നിയമപരമായ 84 വർഷം ശിക്ഷ മേടിച്ചു കൊടുത്തു. 84 വർഷം ശിക്ഷ മേടിച്ചു കൊടുത്തു. അവിടെയാണ് സർക്കാരിന്റെ ആർജവം എന്ന് പറയുന്നത്. നമ്മൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് പോവുകയാണ്. കം ടു ദ പോയിന്റ്. ഗുണ്ടാപൂജ, CPM ഗുണ്ടാപൂജയാണോ അലങ്കാരമായി കൊണ്ട് നടക്കുന്നത്? ഒരു ഭാഗത്ത് CPMകാർ ഈ പാദപൂജയെ, ഗുരുപൂജയെ എതിർക്കുകയാണ്. മാത്രമല്ല ബാലാവകാശ കമ്മീഷനെ കൊണ്ട് കേസെടുപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഈ ബാലസംഘത്തിൻ്റെ ധർമ്മടത്തെ പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിയോജക മണ്ഡലമാണല്ലോ. അപ്പോൾ ആ പരിപാടിയിൽ ഇങ്ങനെ കൊലക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഒരാളെ, മാത്രമല്ല 2 കൊലക്കേസുകളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്, ഒരു കൊടും ക്രിമിനലാണ്. ആ ഒരു കൊടും ക്രിമിനലിനെ പങ്കെടുപ്പിച്ചതിലൂടെ നിങ്ങൾ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? ഗുരുപൂജ എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും സ്വകാര്യതയാണ്. ആ വ്യക്തിയുടെ സ്വകാര്യതയെ മാനിക്കുക എന്നുള്ളതാണ്. പൊതു ഇടങ്ങളിൽ ഗുരുപൂജ എന്ന് പറയുന്നത്, വിദ്യാലയങ്ങളിൽ ഗുരുപൂജ എന്ന് പറയുന്നത് അപലപനീയമായിട്ടുള്ള കാര്യം. 1. 2, ഇപ്പോ ധർമ്മടത്ത് ബാലസംഘം എന്ന് പറയുന്നത് കുട്ടികളെ സംഘടിപ്പിക്കുകയും അവരുടെ കഴിവുകളെ, സർഗാത്മകത പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കുന്നതിനുള്ള ഇടതുപക്ഷ പ്ലാറ്റ്ഫോമാണ്. അവിടെ ധർമ്മടത്ത് ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് ഇപ്പൊ അപ്പീലിൽ നിൽക്കുകയും ഇപ്പൊ പരോളിൽ ഇറങ്ങുകയും ചെയ്തിട്ടുള്ള ആൾ. ആ ആൾ വന്ന് അവിടെ ഒരു ക്ലാസ് എടുക്കുന്നു, അവിടെ കുട്ടികൾക്ക് പാട്ടുപാടി അവരെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ കാണുന്ന വലിയ അവിവേകം. എന്നെ സംബന്ധിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് കാര്യത്തിലുള്ളത്. ഇപ്പൊ കുറ്റകൃത്യത്തിലായിപ്പോയി ഒരു കുറ്റവാളി ശിക്ഷിക്കപ്പെട്ട ലോകത്താകമണ്ണമുള്ള പുരോഗമന നിയമങ്ങൾ ആകമാനം പറയുന്നത് ഒരു റിഫർമേറ്റീവ് തിയറിയാണ്, മാനസാന്തരം ഉണ്ടാക്കുക. അങ്ങനെ മാനസാന്തരം ഉണ്ടായി ഒരാൾ നല്ലവനായാൽ നിങ്ങൾ വീണ്ടും കൊടും ക്രിമിനൽ എന്ന് ആവർത്തിച്ചു പറയുക. അങ്ങനെയെങ്കിൽ ഇപ്പൊ സദാനന്ദം മാഷ് എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ്. സദാനന്ദം മാഷിന് രാജ്യസഭയിലേക്ക് അയക്കാൻ കഴിയുക. രാജ്യസഭയിലേക്ക് അയക്കുന്നതിൽ അദ്ദേഹത്തിന്റെ മികവ് എന്ന് നിങ്ങൾ എടുത്തു കാണിക്കുന്ന, അല്ലെങ്കിൽ BJP എടുത്തു കാണിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? അത് അങ്ങനെ അദ്ദേഹത്തെ എടുക്കാൻ, അദ്ദേഹം കേസുകൾ പ്രതിയായിരുന്നു.
ഞങ്ങളുടെ 2 സഖാക്കളെ കാലറുത്ത കേസുകളിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ആളാണ് സദാനന്ദ മാഷ്. അപ്പൊ എന്നിട്ട് എന്തായി സദാനന്ദ മാഷെ ശിക്ഷിച്ചോ? ശിക്ഷിക്കണം. അല്ല, അല്ല, ഈ ശിക്ഷിക്കുന്നത് അവസാന വാക്കല്ല. ടെൻഷൻ ശ്രീജിത്തിനെ ശിക്ഷിച്ച പോലെ സദാനന്ദ മാഷെ ഏതെങ്കിലും കേസിൽ ശിക്ഷിച്ചിട്ടുണ്ടോ? സദാനന്ദ മാഷയുടെ കാല് വെട്ടിയെടുത്ത എന്തിനാണ്? അദ്ദേഹം നേരത്തെ CPM-ലായിരുന്നു. അദ്ദേഹം അത് വിട്ട് സംഘപ്രസ്ഥാനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിച്ചു. അവിടെ കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ ഒരു ചലനമുണ്ടാക്കാൻ അദ്ദേഹത്തിൻ്റെ ഇടപെടലിലൂടെ, സാന്നിധ്യത്തിലൂടെ സാധിച്ചു. അത് നിങ്ങളുടെ ആൾക്കാർക്ക് പിടിച്ചില്ല. ഞാനും ആ കാലത്തൊക്കെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തിയ ആളാണ് അസ്കർ. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാതെ. മാത്രമല്ല, അല്ല, ആ രണ്ട് വധശ്രമ കേസുകൾ അദ്ദേഹം പ്രതിയായിരുന്നല്ലോ. നേതാക്കന്മാരുടെ കാലുവെട്ടിയ കേസുകളിൽ അദ്ദേഹം പ്രതിയായിരുന്നു. എന്തായി? അദ്ദേഹത്തെ ശിക്ഷിച്ചോ? രാഷ്ട്രീയ ആക്രമണ കേസുകളുടെ സാഹചര്യമൊക്കെ നമുക്കറിയായിരുന്നല്ലോ അന്നത്തെ കാലത്ത്. എത്രയോ കേസുകൾ, എന്നിട്ട് കേസ് ശിക്ഷിച്ചോ ഇല്ലയോ എന്ന്. ഇപ്പൊ കൊലപാതക കേസ് അന്ന് BJP അല്ലല്ലോ കേരളം ഭരിച്ചത്. പ്രതികളെ വെറുതെ വിട്ടിട്ടുണ്ട്. BJP അല്ലല്ലോ കേരളം ഭരിച്ചത്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ പ്രതികളെ CPM-ന്റെയും അതുപോലെ തന്നെ RSS-നെയും കോൺഗ്രസിനെയും ഒക്കെ തന്നെ പ്രതികളെ വെറുതെ വിട്ടിട്ടുണ്ട്. വെറുതെ വിടാത്തതൊന്നും അല്ലല്ലോ. അപ്പൊ വെറുതെ വിട്ടതൊരു വലിയ സർട്ടിഫിക്കറ്റ് ആയിട്ട് കാണേണ്ട കാര്യമുണ്ടോ? അതൊരു സർട്ടിഫിക്കറ്റ്. താങ്കൾ പറഞ്ഞു വരുന്നത് ക്രിമിനൽ പശ്ചാത്തലമുള്ള സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭ അംഗമായി നോമിനേറ്റ് ചെയ്തത് ശരിയല്ല. അദ്ദേഹത്തിന് കേസുണ്ടായിരുന്നല്ലോ, ഇല്ലെന്ന് അങ്ങേക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ അഡ്വക്കേറ്റ് അസ്കർ, വാടിക്കൽ രാമകൃഷ്ണൻ കൊലക്കേസിലെ പ്രതിയല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്നത്? അദ്ദേഹം പിണറായി വെട്ടുന്നു എന്ന് കണ്ട ആ സാക്ഷിയുടെ മൊഴിയുണ്ട്. അന്ന് താങ്കൾ പറഞ്ഞ പോലെ എന്തുകൊണ്ട് അകത്തു പോയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു അന്ന്. ഒരു പാലം ഇങ്ങോട്ട് ഇട്ടപ്പോൾ ഒരു പാലം അങ്ങോട്ട് ഇട്ടു ആണല്ലോ. അപ്പോൾ വാടിക്കൽ രാമകൃഷ്ണൻ കൊലക്കേസിലെ 1-ാം പ്രതി, അദ്ദേഹത്തിനെതിരെ സാക്ഷിമൊഴി ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇപ്പോൾ, ആ പ്രതിയാണ് ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അതിനെന്ത് ന്യായീകരണം നൽകും? സദാനന്ദ മാഷെ രാജ്യസഭ അംഗമാക്കി നാമനിർദ്ദേശം ചെയ്തത് ശരിയല്ല എന്ന് പറയുന്ന അഡ്വക്കേറ്റ് അസ്കർ ആ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കും? അതല്ല, അൽനബീർ, ശ്രീജിത്തിന് അദ്ദേഹത്തിന് ചില കഴിവുകളുണ്ട്. ആ കഴിവുകൾ എന്ന് പറയുന്നത് ഏതാണ്? അദ്ദേഹത്തിന്റെ കഴിവ് അദ്ദേഹം പ്രദർശിപ്പിച്ചു. അതായത് 3 പേരെ കൊന്നു. അത് കോടതി പരിശോധിക്കട്ടെ. ആ കേസുകൾ പരിശോധിച്ചല്ലോ. ഒരു കേസിലാണ് അദ്ദേഹത്തെ ജീവപര്യന്ത തടവിന് ശിക്ഷിച്ചത്. ഇനി 2 കേസ് പെൻഡിങ്ങിലാണ്. വിചാരണ നടക്കാൻ പോകുന്നു. ആ കേസ് അപ്പീലല്ലേ? ഏത് കേസാണ് അപ്പീല്? അയാൾ ജയിലിലാണ് ഇപ്പോഴും. ജയിലിലിരിക്കുന്ന ടെൻഷൻ ശ്രീജിത്താണ് പരോളിൽ ഇറങ്ങിയത്. പരോളിലിറങ്ങി അപ്പീലില്ല. ആ കേസ് അപ്പീലിലാണ്. അപ്പീലിൽ നിൽക്കുകയാണ്. ഹൈക്കോടതിയിൽ അപ്പീലിൽ നിൽക്കുന്ന കേസിന്റെ സമയത്ത് അയാൾ തടവറയ്ക്ക് പുറത്തല്ല. അയാൾ പരോള് കഴിഞ്ഞ് തിരിച്ചു പോകണം. അഡ്വക്കേറ്റ് അസ്കർ, തെറ്റിദ്ധരിപ്പിക്കരുത്. അതല്ല അൽനബീർ, ഇതിൽ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ കഴിവെന്താ പറ. അല്ല, നിങ്ങൾ ആ ചിത്രങ്ങളിൽ നിന്ന് എനിക്ക് നേരിട്ട് വ്യക്തിപരമായിട്ട് അറിയില്ല. പക്ഷെ ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, നിങ്ങൾ സോഷ്യൽ മീഡിയ, സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന അദ്ദേഹം നല്ലപോലെ പാടാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ആ പാട്ട് പാടി പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ് അവിടെ ഉള്ളത്. അതിനൊരു അക്ഷന്തവ്യമായ അപരാധമായി കണ്ട് അങ്ങനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നും. മറ്റൊരു അഭിപ്രായം ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. എനിക്ക് വ്യക്തിപരമായ മറ്റൊരു അഭിപ്രായമുണ്ട്. ശ്രീജിത്തിനെ പോലുള്ള ആളുകളെ ബാലസംഘം പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു കാരണവശാലും ധർമ്മടത്ത് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു എന്ന വ്യക്തിപരമായ അഭിപ്രായമാണ്. ഇത്തരത്തിൽ കുറ്റാരോപിതരോ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികളെയോ പൊതുസമൂഹത്തിൽ ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും അവർ തെറ്റിദ്ധരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. ഇത്തരം വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യം നിശ്ചയമായും ശ്രീജിത്തിനെ ആ പരിപാടി ഇതൊന്നും അറിയാത്തവരാണോ അതിന്റെ സംഘാടകർ? ചുമതലക്കാർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് അസ്കർ, ഇതൊന്നും അറിയാത്തവരാണോ ബാലസംഘത്തിന്റെ സംഘാടകർ? അവിടെ നേരത്തെ നമ്മുടെ നടേശ സാർ പറഞ്ഞതുപോലെ, അതായത് ശ്രീജിത്തേട്ടന്റെ സാന്നിധ്യം കൊണ്ട് ധന്യമായിരുന്നു, അങ്ങനെ എന്തോ അല്ലേ പറഞ്ഞ മാഷേ? അല്ല, അത് ചില സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള പോസ്റ്റുകളല്ലേ നടേശ? അവിടെ അതെ, അങ്ങനെയല്ല. ശ്രീജിത്തിനെ പോലുള്ള ആളുകളെ നിശ്ചയമായി അകറ്റി നിർത്തണമെന്ന അഭിപ്രായം എനിക്കുള്ളത്. അത് ശ്രീജിത്ത് ആയാലും ഏത് XYZ ആയാലും. പക്ഷെ ഒരാൾ നമ്മളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു അസ്കർജിയുടെ ഈ വാദത്തെ, തീർച്ചയായും. അല്ല, നിശ്ചയമായി അത് പറയുമ്പോഴും ശ്രീജിത്തിലെ ആ സർഗ ഇതുണ്ടല്ലോ, ശേഷി, അതിനെ തള്ളിക്കളയുന്നില്ല.
അല്ല, ഞാൻ അനന്തപേർ അതിൽ കാണേണ്ടത് ഇപ്പൊ ഒരു കുറ്റവാളി ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അയാളിലെ കഴിവുകൾ നമുക്കറിയാം. ജയിലിൽ നിന്ന് എത്ര മികച്ച കഥകളും മികച്ച കവിതകളും നോവലും ഉണ്ടായിട്ടുണ്ട്. എനിക്കറിയാം. അപ്പോ അവരെ കുറ്റവാളികളാണ്, ശിക്ഷിക്കപ്പെട്ടവരാണ്. പക്ഷെ എന്നതുകൊണ്ട് അവരിലെ സർഗാത്മകത മുരടിച്ചു പോകണമെന്നും അത് പ്രസിദ്ധീകരിക്കപ്പെടരുതെന്നും അത് വായിക്കപ്പെടരുതെന്നും നിർബന്ധം പിടിക്കുന്നത് അവരോട് കാണിക്കുന്ന ഏറ്റവും ക്രൂരതയാണ്. ഒരാൾ ശിക്ഷിക്കപ്പെട്ടാൽ അയാൾക്ക് മാനസാന്തരം ഉണ്ടാവുകയും ആ മാനസാന്തരത്തെ തുടർന്ന് അയാൾ ഒരു നല്ല മനുഷ്യനായി പൊതുസമൂഹത്തിലേക്ക് തിരികെ വരണം എന്നുള്ളതാണ് ആധുനിക നിയമചിന്തകരാകമാനം കൽപ്പിച്ച് നൽകിയിട്ടുള്ളത്. അപ്പൊ ആധുനിക ചിന്തയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് എന്ന പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കുന്നത് ശരിയല്ല എന്നുള്ളതും അത്തരം ഒരു ചിന്താഗതി ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ ശ്രീജിത്തേട്ടനെ ഒരു മാതൃകാ പുരുഷനായിട്ടാണ് അവിടെ അവതരിപ്പിച്ചത് കുട്ടികളുടെ മുമ്പിൽ. അവർക്ക് മാതൃകയാക്കാം. ശ്രീജിത്തേട്ടൻ 3 കൊലപാതകം ചെയ്തെങ്കിലും അദ്ദേഹം നന്നായിട്ട് പാടുന്നുണ്ട്, ആടുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികളെ അദ്ദേഹത്തിന്റെ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം എന്നൊരു മെസ്സേജ് ആയിരിക്കും നൽകിയത്. തീവ്രത കുറഞ്ഞ കൊലപാതകമായിരിക്കുള്ളൂ. ഒരിക്കലും അത്തരത്തിൽ അതിനെ ഞാൻ കാണുന്ന വ്യത്യസ്തമാണ്. സംഘാടകർക്ക് അക്കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. തുടർന്നുള്ള കാലം ഇത്തരം സംഘാടനം നടത്തുന്ന ഘട്ടങ്ങളിൽ അവർ പരിശോധിക്കേണ്ടത് തന്നെയാണിത്. അത് അങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. ഈ ശ്രീജിത്തിന്റെ വീടിന്റെ പാല് കാച്ചൽ ചടങ്ങിലാണ് നമ്മുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ സഖാവ്, അതുപോലെ പാർട്ടി സംസ്ഥാന സമിതി അംഗം P ജയരാജൻ സഖാവ്, അതുപോലെ നമ്മുടെ പഴയ PP ദിവ്യ ഉണ്ടല്ലോ, മറക്കാൻ സാധ്യതയില്ല. PP ദിവ്യയൊക്കെ ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ വലിയ പുള്ളിയാണ്. താങ്കൾ കരുതുന്ന പോലെ ഇതൊരു വെറും ഒരു നത്തോലിയല്ല. നമ്മുടെ ഈ ടെൻഷൻ ശ്രീജിത്ത് എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട സഖാക്കന്മാരുടെയൊക്കെ പെറ്റാണ്, സ്വന്തം ആളാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേക പരിഗണന കൊടുത്തു എന്നുള്ളത് ശരിയാണ്.